ഷാർജയിൽ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തേവലക്കര സ്വദേശി അതുല്യയുടെ മൃതദേഹം ഇന്ന് രാത്രിയോടെ നാട്ടിലെത്തിക്കും. പാസ്പോർട്ടും വിസയും റദ്ദാക്കുന്നതടക്കമുള്ള നടപടികൾ ഉച്ചയോടെ പൂർത്തിയാക്കും. നാട്ടിലെത്തിക്കുന്ന മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താനാണ് ബന്ധുക്കളുടെ തീരുമാനം. അതുല്യയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നും ആത്മഹത്യയാണെന്നും വ്യക്തമാക്കുന്ന ഫോറൻസിക് ഫലം ഇന്നലെയാണ് ലഭിച്ചത്. മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാത്തതിനാലാണ് മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് വൈകിയത്. വിസയും പാസ്പോർട്ടും റദ്ദാക്കുന്ന നടപടികൾ ഉച്ചയോടെ പൂർത്തിയാക്കും. വൈകുന്നേരമാണ് എംബാമിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്. രാത്രിയോടെ തിരുവനന്തപുരത്തേക്ക് മൃതദേഹം കൊണ്ടുവരാനാണ് തീരുമാനം. ഷാർജയിലുള്ള സഹോദരി അഖിലയാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരിക. അതുല്യയുടെ പാസ്പോർട്ട്, എമിറേറ്റ്സ് ID എന്നിവയെല്ലാം ഭർത്താവ് സതീഷ് പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. മൃതദേഹം നാട്ടിലെത്തിച്ച ശേഷം പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് അതുല്യയുടെ അച്ഛനും മറ്റു ബന്ധുക്കളും നേരത്തെ അറിയിച്ചിരുന്നു. ബുധനാഴ്ചയാകും ഇത്തരം നടപടികൾ ഉണ്ടാവുക. ഈ മാസം 19 പുലർച്ചെയാണ് ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ അതുല്യയെ കണ്ടെത്തിയത്. മരണത്തിൽ സംശയമുണ്ടെന്നും സതീഷിനെതിരെ വിശദമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട അഖില ഷാർജ പോലീസിന് പരാതി നൽകിയിരുന്നു. 18 രാത്രിയിൽ ഭാര്യയുമായി വഴക്കിട്ട് പുറത്തുപോയെന്നും പുലർച്ചെ തിരിച്ചെത്തിയപ്പോൾ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയെന്നുമായിരുന്നു ഭർത്താവ് സതീഷിന്റെ മൊഴി. മാതൃഭൂമി ന്യൂസ്, ദുബായ്.